കേറുന്നടി. ആ കൊള്ളാലോ സാറേ. ഇത് കേസ് പറയണം. സാറുമാരുണ്ടെങ്കിൽ ഇറങ്ങിക്കേ. പോയി സാറിനെ വിളിക്കാം. റെഡി. ആ സാറേ ഒരു സെറ്റപ്പില്ല. വെളുപ്പാങ്കാലത്ത് മനുഷ്യ മെനക്കെടുത്താൻ ഓരോരോ കേസുകൾ നേറും. കൊണ്ട് മാറിക്കടാ. മനോജ് സാറോ? സാറെന്ത് ഇതിൻ്റെ കൂടെ? സാർ വണ്ടിക്കാർ. സോറി, ഐ കുഡന്റ് പ്ലീസ്. അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. സാർ വണ്ടിക്കാർ വന്നു മാന്യന്മാര് വെറുതെ വിടില്ലെന്നേ അല്ലേ? കുറച്ചൊക്കെ കണ്ടില്ലാന്ന് അടിക്കുമ്പോൾ തലേ കയറി കളിക്കാല്ലേ? പിടിച്ച് കേട്ടോ ഈ സ്ഥലത്ത്. സാറേ നാടത്തിന്റെ പന്മാര് പത്രം ചാനലിന്നൊക്കെ ആയിട്ട് ഓലക്കാം. അവിടെ പോയി പണി നോക്കാൻ പറയണോ? സാർ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചിട്ട് പോകും, അല്ല ഇവരായിരിക്കും വിടണോ? നോ താങ്ക്സ്, I'll manage myself. ഓക്കെ സാർ, ഞാൻ വിളിച്ചോളാം. ഓക്കെ വാടോ. എന്നെ പഠിപ്പിച്ച സാറാ. ഈ ചാനൽ ചർച്ചയുടെ അവസാനം മോനിഷിരുന്ന് കരഞ്ഞു. അവൾ പറഞ്ഞെന്താണെന്നറിയോ? കുറച്ച് മണിക്കൂറെ കൂടുതൽ ഉണ്ടായിരുന്നെങ്കിലും അവൾ അയാൾക്ക് അമ്മയും കാമുകയായിരുന്നു എന്നാണ്. പക്ഷെ ഒരിക്കൽ പോലും അവൾ അയാളുടെ പേര് പറഞ്ഞില്ല, മനോജിൻ്റെ പേര് പറഞ്ഞില്ല ചർച്ചയിൽ. നമ്മുടെ പുള്ളിക്കാരൻ കരഞ്ഞു, ഒരുപാട് കുടിച്ചു. ഒരു വിധത്തിലെ 2 ദിവസം കഴിഞ്ഞ് ഞാൻ പറഞ്ഞിട്ട് അരയിലൊറ്റ മുണ്ടൊടുത്ത പെണ്ണേ, അണിവൈര കമ്മലിട്ട പെണ്ണേ, ആടിവാ തുള്ളിയോടിവാ ആടിമാസ പുലരിപ്പെണ്ണേ, അരയിലൊറ്റ മുണ്ടൊടുത്ത പെണ്ണേ. ഓർമ്മ പുറകെ പോയിരുന്നു ഉറങ്ങടോ. ഞാൻ ഉറങ്ങല്ല, ഞാൻ പാട്ട് കേട്ടോണ്ടിരിക്കാം. ഇതെന്തോന്ന്? വെണ്ണത്തോൽക്കുമുടലോടെ ഇളം വെണ്ണിലാവിൻ തളിർ പോലെ. അജേട്ടാ, നിങ്ങൾ മുറുകാമി വായിച്ചിട്ടുണ്ടോ? ഇല്ല. അയാൾ നോസിയ 79 എന്ന് പറഞ്ഞിട്ടൊരു കഥയിലൊരു നായകനുണ്ട്. പുള്ളി നമുക്ക് പറ്റിയ കക്ഷിയാണ്. കൂട്ടുകാരുടെ ഭാര്യമാരുടെ കൂടെ കിടന്നുറങ്ങിയിട്ട് അത് കൂട്ടുകാരിലേക്ക് അടുക്കാനുള്ളൊരു മാർഗമാണ് എന്നാണ് പുള്ളിയുടെ ഒരു തത്വം. എന്നുവെച്ചാൽ എന്തുവാ, ഫാമിലി അങ്ങോട്ട് എക്സ്പാൻഡായി മൊത്തം കാര്യങ്ങൾ ശരിയായല്ലോ. ഈ സെക്സ് പോലെ ഇത്രയും നിരുപദ്രവകാരിയായിട്ടുള്ളൊരു സംഭവം ഇല്ലെന്നാണ് പുള്ളിയുടെ ഒരു തത്വം. കണ്ടോ, പറഞ്ഞുകൊണ്ടിരുന്ന ആള് തത്വം കേട്ടോ. എടാ, ഇതെല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലടാ. ജീവിതം തന്നെ, നമ്മളെല്ലാവരുടെ ജീവിതം തന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? റോജ, ഞാൻ ഒരു കഥ പറയട്ടെ. നേരത്തെ അജയേട്ടൻ പാടിയ പാട്ടിലെ നായികയെ പോലൊരു നായിക, ഒരു സുന്ദരി. 40 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്, പക്ഷെ കണ്ടാ പറയില്ല. ഒരു പ്രത്യേകതര സുന്ദരി. ആന്റി കഥ. എന്റെ റോജ, നിങ്ങൾ പറയുന്ന പോലെ ആന്റി കഥ ഒന്നും അല്ലെന്നേ.
എൻ്റെ മഹാനെ, നിന്നെ ഞാൻ നമസ്കരിച്ചു. എൻ്റെ കൃഷ്ണ, ഈ ചെക്കനെ കൊണ്ട് ഞാൻ തോറ്റു. അത് തീർക്കുന്നുണ്ടോ? എൻ്റെ ഭർത്താവിൻ്റെ മൂത്ത മകൻ്റെ വീട്. എപ്പോഴൊന്നും വരാറില്ല. ഇപ്പം 2 വർഷമായി വന്നിട്ട്. ആദ്യ ഭാര്യയുടെ മകൻ. മനസ്സിലായോ? ആത്മഹത്യയായിരുന്നു. ഞങ്ങൾക്ക് കുട്ടികളൊന്നുമില്ല. ഞാൻ ഒന്ന് ഡ്രസ്സ് മാറ്റിയിട്ട് വരാം. എൻ്റെ ഒരു ഇഷ്ടത്തിന് പണിതുകൊണ്ടായിരിക്കാം. ഇതാണ് എൻ്റെ ഒരു ഫേവറേറ്റ് ഹോം. ടൗണിൻ്റെ തിരക്കുകളുമില്ല. പിന്നെ എൻ്റെ ഒരു വേ ഓഫ് ലിവിങ്ങിന് പറ്റിയ ഒരു സ്ഥലം ഇത് തന്നെയാണ്. എൻ്റെ ഫ്രണ്ട്സിനും ഇവിടെയൊക്കെ തന്നെയാണ് ഇഷ്ടം. നീ ആ മുറിയിൽ എൻ്റെ പെയിൻറ്റിങ് എവിടെ വെക്കണമെന്ന് പറ പ്ലീസ്. നല്ലൊരു സ്ഥലം സജസ്റ്റ് ചെയ്യൂ. ഈ വീട് പണി കഴിഞ്ഞപ്പോഴാണ് അവൻ എന്നെ മനസ്സിലായത്. യു നോ വാട്ട് ഹീ സെഡ്? യു ആർ നോട്ട് എ മേ ക്രിറ്റിക് ഓർ എ ജേർണലിസ്റ്റ്, ബട്ട് എ ട്രൂ ആർട്ടിസ്റ്റ്. അവൻ്റെ അച്ഛൻ്റെ ഫാമിലിയിൽ എല്ലാം ബ്യൂറോക്രാറ്റ്. പക്ഷേ അവൻ കുറച്ച് സെൻസിബിളാണ്. ഇൻ പ്രൈസ് ഓഫ് സ്റ്റെപ്പ് മദർ. ആ ഇതെങ്ങനെയാണ്? ഇഷ്ടപ്പെട്ടാ? ഇത് എന്തൊരു നോട്ട! നീ ഇതൊരു പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? നല്ല ഭംഗിയുണ്ട് ചേച്ചി, അതുകൊണ്ട് നോക്കിയാ. ശരിക്കും പറഞ്ഞതാണോ അതോ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണോ? ശരിക്കും പറഞ്ഞല്ലേ. എന്നാ പറ, എന്നെ കണ്ട എത്ര പ്രായം? പറയട്ടെ, ചേച്ചി വിളിക്കാൻ തോന്നില്ല. പോടാ. നീ പഠിച്ച കളിന, അതെനിക്കറിയാം. ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച പാരീസിൽ വാങ്ങിയതാ, ഒരു ലിറ്ററലി മീറ്റിംഗ്. പറഞ്ഞ പോലെ ഞാൻ അതിനെപ്പറ്റി എഴുതി നീ വായിച്ചായിരുന്നോ? ഇല്ല. ഐ കുഡിന്റ് എൻജോയ് മച്ച്. എൻ്റെ ഹസ്ബൻഡിൻ്റെ അങ്കിളും ഫാമിലിയൊക്കെ കുറേ വർഷങ്ങളായിട്ട് അവിടെയാണ്. ഫ്രാൻസിലാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അവരൊക്കെ എപ്പോഴും പഴഞ്ചൻ മേനന്മാരാണ്. അത് ഇവിടെ ഉള്ളവരെക്കാട്ടിലും ഓർത്തഡോക്സ്. പിന്നെ ഞാൻ ചെന്നപ്പോൾ എന്നെ അങ്ങ് ഏറ്റെടുത്തു, അത്ര. ഞാൻ പറഞ്ഞില്ലേ, മൂപ്പരുടെ ഫാമിലി അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്. കൊളോണിയൽ ടൈമിൽ ബ്രിട്ടീഷ് ഭക്തന്മാരായിരുന്നു. പിന്നെ ഇന്ദിരാഗാന്ധി, നെഹ്റു എന്നീ ഫാമിലിയൊക്കെ ആയിട്ട് അവർക്ക് വലിയ അടുപ്പമായിരുന്നു. ഈ സ്വാധീനം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് വിവാഹ ബന്ധങ്ങൾ പോലും ഉണ്ടാക്കിയിരുന്നത്. പിന്നെ ഞാൻ മാത്രമേ ഈ കുടുംബത്തിൽ ഒരു റിബലുള്ളൂ. അതുകൊണ്ടെന്താ, ഈ മേനന്മാർക്കും അന്തർജനങ്ങൾക്കൊക്കെ എന്നെ കണ്ട ഭയങ്കര കോൺഷ്യസ് ആവും. വെള്ളം ചേച്ചിയുടെ ചിരി ഉണ്ടല്ലോ, അസാധാരണമാണ്. What do you mean? അല്ല, ഈ ചിരിക്ക് മുന്നിൽ ആർക്കും പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് പറയായിരുന്നു. എനിക്കറിയാം, ഇപ്പോഴത്തെ ഒരു കാര്യസാധ്യത്തിന് വേണ്ടി നീ എന്നെ അങ്ങ് സൂപ്പിക്കുന്നതല്ലേ.
ആണോ? അങ്ങനെയാണോ തോന്നിയത്? ദേഷ്യം വന്നു. ചെക്കൻ്റെ മുഖം നോക്ക്. എനിക്ക് നിന്റെ പെയിൻറ്റിങ്സ് ഒന്നും അല്ല ഇഷ്ടം. എനിക്കറിയാം. എങ്ങനെ അറിയാം? എക്സിബിഷൻ്റെ തുടക്കത്തിൽ എന്നെ ഇൻ്റർവ്യൂ ചെയ്തില്ലേ, അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. ദുഷ്ടൻ. നിന്നെയൊക്കെ ലൈംലൈറ്റ് കൊണ്ടൊന്നും പോരാ. കണ്ടില്ലേ ചെക്കൻ്റെ ഒരു സ്വഭാവം? ദാ ടെൽ മീ, എൻ്റെ ഇൻ്റർവ്യൂവിന് എന്തായിരുന്നു ഒരു കുഴപ്പം? നിൻ്റെയൊക്കെ ഒരാളുടെ ഐഡൻറ്റിറ്റി പുറത്തു കൊണ്ടുവന്നത് ഞാനല്ലേ? നിനക്ക് ദേഷ്യം വന്നു? കോംപ്ലക്സാ? വാ വാ.